അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تحزنوا وأبشروا بالجنة التي كنتم توعدون. സർവാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞതും പ്രവാചകൻ പഠിപ്പിച്ചതുമായ കാര്യങ്ങളെ ചേർത്തുപിടിച്ച് അച്ചടക്കമുള്ള സത്യവിശ്വാസികളായി, നന്മ മനസ്സിൽ നിറയുന്ന മനുഷ്യരായി ജീവിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പരമകാരുണികനും കരുണാവാരിധിയും ജല്ല ജലാലുമായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് വെളിച്ചവും തെളിച്ചവും തിളക്കവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്, നമ്മുടെ മക്കൾ, കുടുംബം എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ നമ്മൾ നബി കുടുംബമാണ്, അഥവാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തറവാട്ടുകാരാണ് നമ്മൾ സത്യത്തിൽ, അല്ലേ? ആദം നബി അലൈഹിസ്സലാത്തു ഈ ഭൂമിയിൽ പ്രഥമ കുടുംബം എന്ന് പറയുന്നത് ആദമിൻ്റെയും ഹവ്വയുടെയും കുടുംബം. അവിടെ നിന്നാണ് വളർന്ന് വികസിച്ചാണ് ഈ പ്രപഞ്ചത്തിൽ കിടക്കുന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ മനുഷ്യശേഷി മുഴുവനും ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നബി കുടുംബാംഗങ്ങളാണ് സത്യത്തിൽ നമ്മളെല്ലാം. ഈ ഖുർആൻ, അന്തിമ വേദം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആശയം, എക്കാലത്തെയും പ്രവാചകന്മാർ അതത് സമൂഹങ്ങളെ പഠിപ്പിച്ചത് നല്ല ജീവിതം കാഴ്ചവെക്കണം എന്നതാണ്. കാരണം നല്ല ജീവിതം കാഴ്ചവെച്ച ആളുകൾക്ക് മാത്രമേ നല്ല മരണമുള്ളൂ. അതാണല്ലോ നീതി. അവർക്കാണ് മോക്ഷം സിദ്ധിക്കുക, അവർക്കാണ് സ്വർഗമുണ്ടാവുക, അവർക്കാണ് ഒരിക്കലും അവസാനിക്കാത്ത ലോകത്ത് ക്ഷേമാഐശ്വര്യങ്ങൾ ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ കാലാകാലം നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഓരോ ദിവസവും ഓരോ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന് പല നിലക്ക് സേവനങ്ങൾ ചെയ്ത നേതാക്കന്മാർ, സാഹിത്യകാരന്മാർ, പണ്ഡിതന്മാർ, അതുപോലെ തന്നെ കലാകാരന്മാർ, ഇങ്ങനെ വിവിധ സമൂഹത്തിലെ ശ്രേണിയിലുള്ള മനുഷ്യർ, പ്രഗത്ഭമതികളും അല്ലാത്തവരുമായ ആളുകൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ മാറിക്കൊടുക്കുമ്പോഴാണ് അടുത്ത തലമുറ കടന്നു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലാകാലം ഈ ലോകത്ത് ജീവിക്കുക സാധ്യമല്ല. എത്ര സുഖാൈശ്വര്യങ്ങളുണ്ട് എങ്കിലും, എത്ര ക്ഷേമകരമാണ് നമ്മുടെ ജീവിതമെങ്കിലും, ഇനി വലിയ സാത്വികനായി ഞാൻ ജീവിച്ചാലും ശരി, ഈ ദുനിയാവിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നൊരു ആശയമുണ്ട്. നല്ല ജീവിതം കാഴ്ചവെക്കുക എന്നാണ്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ,
അല്ലേ? പ്രഭാത പ്രദോഷങ്ങളിൽ ഇഷ്ടദൈവങ്ങളെയും ഇഷ്ടത്തോഴന്മാരെയും ഇഷ്ടാരാധ്യരെയും വച്ചുമാറുന്ന മാറ്റിപ്പണിയുന്ന ഒരു വിശ്വാസമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ മുൻ മാതൃകകളില്ലാതെ ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനർ, ആ സംവിധായകൻ, ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെയും മറ്റ് ജീവജാലങ്ങളെ മുഴുക്കയും സൃഷ്ടിച്ച്, ചരാചരങ്ങളായ മുഴുവൻ ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് അതിന് കൃത്യമായൊരു വ്യവസ്ഥകൾ ഉണ്ടാക്കി, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച്, അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ മൊത്തം സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന രാജാതിരാജനായ അള്ളാഹു, ആ അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നവർ. അതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്. എന്നിട്ടോ ആ റബ്ബിനെ അനുസരിച്ചും ആ റബ്ബിനെ അറിഞ്ഞും ആ റബ്ബിനെ മനസ്സിലാക്കിയും ആ റബ്ബിനെ നെഞ്ചിലേറ്റിയും സുമ്മസ്തഖാമു ഉറച്ച നിലപാടുകളോടും വിശ്വാസത്തോടും കൂടി ജീവിക്കുന്ന ആളുകൾക്ക് തതനസ്സൽ അലൈഹിമുൽ മലായിക, മലക്കുകൾ, അള്ളാഹുവിൻ്റെ മാലാഖമാർ അവർക്ക് കാരുണ്യം ചൊരിയുമെന്നാണ്. അവരെന്നിട്ട് പറയും, അല്ലാ തഹ്സനു, നിങ്ങൾ പേടിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗ പൂങ്കാവനത്തെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ദുനിയാവിൻ്റെ നരകയാതനകളിൽ നിന്ന് സ്വർഗീയ ആരാമത്തിലേക്കുള്ളൊരു പ്രയാണമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഈ ജീവിതം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നമ്മൾ കച്ചവടത്തിന് വേണ്ടി, സമ്പാദിക്കുന്നതിന് വേണ്ടി, കല്യാണങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, വിനോദങ്ങൾക്ക് വേണ്ടി ഒക്കെയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഉപേക്ഷിച്ചു പോകുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറക്ക് വേണ്ടി നമ്മൾ ഇതെല്ലാം അവരെ ഏൽപ്പിച്ചിട്ടൊരു യാത്ര പോകാനുണ്ട് എന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ ദുനിയാവിൻ്റെ പരിശ്രമം നിറഞ്ഞ, എന്തിനും ഏതിനും ഇറങ്ങി ഓടുന്ന, അധ്വാനിക്കുന്ന, ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ, വിനോദ സ്ഥലത്താണെങ്കിൽ അവിടെ, കച്ചവട സ്ഥലത്താണെങ്കിൽ അവിടെ, എവിടെയും ജീവിതത്തിൻ്റെ ഈ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് ഇതൊന്നും ഇല്ലാത്ത സ്വർഗീയ പൂങ്കാവനത്തിലേക്കുള്ളൊരു യാത്ര നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ്. ഈ മലക്കുകൾ ഈ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു മാത്രമല്ല, അവർ പറയുന്ന നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ, നിങ്ങളുടെ ഉറ്റമിത്രങ്ങളാണ് ഈ ലോകത്തും പരലോകത്തും, ഈ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ ഉറ്റമിത്രങ്ങളാണ് അള്ളാഹുവിൻ്റെ മാലാഖമാർ എന്ന് പറയാണ്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും, ആ സ്വർഗത്തിൽ നിങ്ങൾ കൊതിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നതെല്ലാം നിങ്ങൾക്കവിടെ കിട്ടും എന്ന് ഖുർആൻ പറയുന്നു. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആഗ്രഹിച്ചതും തേടുന്നതുമെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്ന സ്വർഗം. ഈ സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസമില്ലാത്തവർക്ക് അത് ബാധകമാണോ? അവർക്കതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ഈ സ്വർഗത്തിലേക്ക് അടുക്കാൻ ഉതകുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അത് എനിക്ക് ഇപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ എൻ്റെ ഒരു ഒറ്റയാൻ ചിന്ത കൊണ്ടല്ല, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, മാതാപിതാക്കൾ ആരൊക്കെയുണ്ടോ വീട്ടിൽ, ആ കുടുംബത്തെ മൊത്തത്തിൽ ആ സ്വർഗീയാരാമത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് നമ്മളെ ഏറെ സ്നേഹിക്കുകയും ഹൃദയം കൊണ്ട് ചേർക്കുകയും നമ്മെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ അവർ സ്വർഗത്തിലും നമ്മൾ നരകത്തിലുമാവാൻ പറ്റുമോ? അവർ നരക തീയിൽ കിടന്ന് വേവുമ്പോൾ നമ്മൾ സ്വർഗീയാവകാശികളായി തീരുന്നത് എത്ര അന്യായമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബം ഉൾപ്പെടെ ഈ സ്വർഗത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് ഉതകുന്ന ഒരു ജീവിതം, അതാണ് സുമ്മസ്തഖാമു എന്ന് പറയുന്നത്. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയാൻ എളുപ്പമാണല്ലോ, നാവോട് പറഞ്ഞാൽ മതി. പക്ഷേ അവിടെ പ്രയോഗം സുമ്മസ്തഖാമു, പിന്നെ അത് നിലനിർത്തുന്ന ആളുകൾ എന്നതാണ്. മുസ്ലിം ആവുക എന്നത് എളുപ്പമാണ്, അതൊരു ഷഹാദത്ത് ചൊല്ലിയാൽ അവിടെ തീരും, മുസ്ലിമായി. പക്ഷെ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക, ഒരു മുവഹിദ് ആയിക്കൊണ്ടിരിക്കുക, അല്ലേ, ഒരു ഏകദൈവ വിശ്വാസി ആയിക്കൊണ്ടിരിക്കുക. അള്ളാഹു അല്ലാത്ത ഒരു സഹായവും എനിക്കില്ല, എൻ്റെ റബ്ബാണ് എൻ്റെ ജീവിതത്തിലെല്ലാം നിയന്ത്രിക്കുന്നത്, അവനല്ലാതെ ഒരു ആരാധ്യനോ എൻ്റെ ആശ തീർക്കുവാൻ, എൻ്റെ ആഗ്രഹം സഫലീകരിക്കുവാൻ, എന്നെ എല്ലാ നിലക്കും സംരക്ഷിക്കുവാൻ ആ റബ്ബിന് മാത്രമേ കഴിയൂ എന്ന ഏകദൈവ വിശ്വാസം, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മുടെ കുടുംബത്തിനുണ്ടാകണമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണാനന്തര ജീവിതത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കണം. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ദുനിയാവിലെ സ്വർഗമോ? അതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം, അത് ഈ ദുനിയാവിൽ കിട്ടുന്നൊരു സ്വർഗമാണ്.
അള്ളാഹുവിനെ നെഞ്ചിലേറ്റിയ ഒരു കുടുംബം, പടച്ചോനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കുടുംബം, പടച്ചോൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കുടുംബം, പടച്ചോൻ നിർബന്ധമാക്കിയത് നിർബന്ധമെന്ന് കരുതുന്ന കുടുംബം, പടച്ചോൻ അനൈച്ഛികമെന്ന് കരുതുന്നത് അനൈച്ഛികമായി ചെയ്യുന്ന കുടുംബം, അള്ളാഹുവിനെ ഇത്രമാത്രം നെഞ്ചേറ്റിയൊരു കുടുംബമുണ്ടെങ്കിൽ അത് ഈ ദുനിയാവിലെ സ്വർഗമാണെന്ന്. അങ്ങനെ ഒരു കുടുംബത്തിനാണ് പരലോകത്തെ സ്വർഗം കിട്ടുള്ളൂ എന്നാ മനസ്സിലായോ? സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സഹാബിയാണല്ലോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരും എന്ന് പറഞ്ഞു. അന്ന് കടന്നു വന്ന് സഅദ് ഇബ്നു അബീ വഖാസാണ്. അദ്ദേഹം കൂടുതലായി എന്തു ചെയ്യുന്നുവെന്നറിയാൻ അദ്ദേഹത്തെ പിന്തുടർന്നൊരു സഹാബിയുടെ ചരിത്രമൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അദ്ദേഹം കൂടുതലായിട്ടൊന്നുമില്ല, എല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരം അദ്ദേഹം പറയുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് പറയുന്ന ഒരു പടച്ചവനെ, ഞാനിന്ന് പലരുമായി ബന്ധപ്പെട്ടു, കൊടുക്കൽ വാങ്ങൽ നടത്തി, സംസാരിച്ചു. അപ്പം അള്ളാഹുവേ, എൻ്റെ മനസ്സിൽ എനിക്കാരോടും ഒരു വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ല. ഒരു മനുഷ്യൻ്റെ രാത്രി അങ്ങനെ ആകാണെങ്കിൽ എന്തായിരിക്കും? ആ രാത്രിയിലാണ് അയാൾ മരിച്ചു പോകുന്നത് എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, അല്ലേ? ജീവിതത്തിൽ പലരുമായി സംസാരിച്ചു, പലരുമായിട്ട് ശബ്ദം ഉയർത്തിയും താഴ്ത്തിയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട്, ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അള്ളാഹുവേ, എൻ്റെ മനസ്സിൽ ഒരു വെറുപ്പോടുകൂടിയല്ല ഞാനിതാ ഇപ്പോൾ കിടക്കാൻ പോകും. അദ്ദേഹത്തിൻ്റെ രാത്രികളിലെ പ്രാർത്ഥന അതായിരുന്നു. ആരോടും വെറുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതെ, അതാണ് സഅദിനെ സ്വർഗാവകാശിയാക്കിയത് എന്നാണ്. ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യനോടും വൈരാഗ്യമില്ലാതെ ജീവിക്കുക. ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈർഷ്യതയാണ്, വൈരാഗ്യമാണ്, വിദ്വേഷമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ, ദുനിയാവിൽ തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മെയും പരിഷ്കരിക്കാനും നന്നാക്കാനും നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. എന്നിട്ട് കിട്ടുന്നതാണ് സ്വർഗം, നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ചെയ്യാതെ ഈബത്തും പരദൂഷണവും വിദ്വേഷവും പേറി മൂന്നാമതൊരാൾ വരുമ്പോൾ മറ്റൊരാളുടെ കുറ്റം പറഞ്ഞ് അതിൽ ആനന്ദിച്ചും അതിൽ ആഹ്ലാദിച്ചും ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതാണോ സ്വർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞെന്താണെന്നറിയോ? 3 ആളുകളുടെ പ്രാർത്ഥനയെ നിങ്ങൾ ഭയക്കണം എന്ന് പറഞ്ഞു. ഒന്ന് കുടുംബത്തിലെ യത്തീമുകളുടെ പ്രാർത്ഥനയാണ്. ഇപ്പം ജ്യേഷ്ഠം മരിച്ചു പോകാം, അനുജൻ മരിച്ചു പോകാം, അല്ലെങ്കിൽ പെങ്ങൾ മരിച്ചു പോകാം. കുടുംബത്തിൽ ഉറ്റവർ ചിലപ്പോൾ മരണപ്പെട്ടു പോയി യത്തീമായ ആ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ആ യത്തീമുകളുടെ പ്രാർത്ഥന വളരെ ഭയപ്പെടണം. നമുക്കെതിരിലെങ്കിലും ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് ഭയപ്പെടണം. രണ്ടാമത് വിധവകളാണ് കുടുംബത്തിൽ, ജ്യേഷ്ഠാനുജന്മാർ, അല്ലേ? അവിടെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോകും. അപ്പോൾ അവിടെ വിധവകളാകുന്ന പെണ്ണുങ്ങൾ, സ്ത്രീകൾ, അർമിലത്സ്. ഇനി ജീവിച്ചിരിക്കെ തന്നെ വിധവകളായി പോകുന്ന ആളുകളുണ്ട്. ഭർത്താക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ വിധവ സമാനമായിരിക്കും ജീവിതം. അവരാ ഭാഷാപരമായി ചിലപ്പോൾ വിധവ എന്ന് വിളിക്കാൻ പറ്റൂല എന്നുള്ളൂ, പക്ഷേ അർമിലത്തുകളുടെ ജീവിതം അവർ നയിക്കുന്നത്. അവരുടെ പ്രാർത്ഥന നമുക്കെതിരിലുണ്ടാവരുത്. അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അവരെ പരിഗണിക്കാത്തത് കൊണ്ട്, അവരെ സഹായിക്കാത്തത് കൊണ്ട്, ഉറ്റവർ ഉടയവർ രക്തബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് തിരിഞ്ഞു നോക്കാതെ ജീവിക്കുന്ന അവരുടെ പ്രാർത്ഥനയെ നിങ്ങൾ ഭയക്കണം എന്ന്. മറ്റൊന്ന് മർദ്ദിതനാണ്, പീഡിപ്പിക്കപ്പെടുന്നവർ എല്ലാ അർത്ഥത്തിലും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. നമ്മൾ ഗൗരവത്തിൽ പഠിക്കേണ്ട, കാണേണ്ട ഒരു സംഗതിയാണ്. എന്താണ് ആ പറഞ്ഞത്? ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മദ്ലൂമിന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ഭയക്കണമെന്നാണ്. എന്നുവെച്ചാൽ മർദ്ദിതന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ഭയക്കണം. ഫലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്, ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന നേരെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ഗൗരവമുള്ള, എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഉപദേശമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്നത്. നോക്കൂ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് അർള എന്ന പേരുള്ള ഒരു സ്ത്രീ സഅദ് റളിയല്ലാഹുവിനെതിരെ ഒരു പരാതി അമീർ മുഅ്മിനീനോട് പറയുകയുണ്ടായി. വേറൊന്നുമില്ല, ആ സ്ത്രീ പറഞ്ഞത്, അർള പറഞ്ഞത്, സഅദ് എൻ്റെ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നാണ്. എനിക്ക് അവകാശപ്പെട്ട ഭൂമി സഅദ് കൈയടക്കിയെന്നാണ് ഇവർ പറയുന്നത്. ഉമർ ഖത്താബ് 2 ആളുകളെയും വിളിച്ചു, സഅദിനെയും അർളയെയും വിളിച്ചു. ആ സ്ത്രീ സഅദിൻ്റെ ഇതേ ആക്ഷേപം മഹാനായ ഉമർ ഖത്താബിൻ്റെ മുമ്പിൽ ഉന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട്
ഉമർ ഖത്താബ് സഅദിനോട് കാര്യം അന്വേഷിച്ചു. എന്താണ് സഅദേ? സഅദ് ഇത് കേട്ടപ്പോൾ അങ്ങ് കരഞ്ഞു, കുറേ കരഞ്ഞു. കരഞ്ഞതിന് ശേഷം അമീർ മുഅ്മിനോട് ചോദിച്ചു, അമീർ മുഅ്മിനീൻ, ഞാൻ അങ്ങനെ ചെയ്യുമോ? അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ, അന്യൻ്റെ ഭൂമി അന്യായമായി ഒരു ശിബിർ പോലും, എന്ന് വെച്ചാൽ ഒരു ചാൺ പോലും അന്യായമായി എടുക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന്. അത് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും എടുത്താൽ ആ എടുത്ത ഭൂമിയുടെ 7 ഇരട്ടി ഭൂമി കണ്ഠാഭരണമായി പരലോകത്ത് കൊണ്ടുവരപ്പെടും എന്നാണ്. അത്രയും ഭാരം കഴുത്തിൽ അണിയിച്ചിട്ട് അവിടെ ആ കട്ട ആളെ കൊണ്ടുവരും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ, അതുകൊണ്ട് ഞാനത് ചെയ്യുമോ എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പൊട്ടിക്കരഞ്ഞു എന്നാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഇത് കള്ളക്കരച്ചിലാണ്, ഇയാൾ എൻ്റെ സ്വത്ത് തട്ടിയെടുത്തിട്ട് അത് ഖലീഫയെ മയക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളക്കരച്ചിലാണ് എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു അന്ന് അവിടെ വെച്ചിട്ട് ആ സ്ത്രീക്കെതിരൊരു പ്രാർത്ഥന നോക്കൂ. ഒരു മർദ്ദിതൻ്റെ ആയുധമാണ് എപ്പോഴും. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കണം, നമ്മളാൽ നമ്മുടെ വാക്കുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവനാവും, നമ്മുടെ അവഗണന കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവനാവും, നമ്മുടെ പിന്നെ 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 പ്രവൃത്തി കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന, നമ്മൾ മൂലം ആര് പീഡിപ്പിക്കപ്പെടുന്നുവോ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ സ്ത്രീക്കെതിരിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചെന്താ, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബ, അള്ളാഹുവെ ഈ പെണ്ണ് പറയുന്നത് കളവാണെങ്കിൽ പടച്ചോന് വിട്ടുകൊടുക്കാണ്. നമ്മളൊന്നും പടച്ചോന് വിട്ടുകൊടുക്കാനും തയ്യാറില്ല. ചില കാര്യങ്ങൾ എല്ലാം നേടിയെടുക്കണമെന്നാണ്. സാധിക്കും ഈ ദുനിയാവിൽ? ചില അനീതിക്കൊക്കെ നമ്മൾ ഇരയാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. മഹാനായ ഷാഹിദുല്ലാഹുവിനോട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്, അല്ലാഹുമ്മ ഇൻ കാനത് കാദിബത്തൻ, ഈ പെണ്ണ് പറയുന്നത് കള്ളമാണെങ്കിൽ, ഇവൾ കള്ളിയാണെങ്കിൽ, ഇവൾ കളവാണ് പറയുന്നതെങ്കിൽ ഫഅമി ബസ്റഹ എന്ന് പറഞ്ഞു. അവിടെ വെച്ച് പ്രാർത്ഥിച്ചതാണ്. ഫഅമി ബസ്റഹ, അവളുടെ കണ്ണുകൾ അന്ധമായി പോകട്ടെ, അവൾ അന്ധയായി പോകട്ടെ, ഇത് കണ്ണ് കാണാത്തവളായി പോകട്ടെ. വജഅൽ ഖബറഹ ഫി ദാരിഹ എന്നാണ്, അവളുടെ ഖബർ അവളുടെ വീട്ടിൽ തന്നെ ആയി പോട്ടെ. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുള്ള, കാരണം ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം ആരോപണമാണ്. അല്ലെ, ആളുകൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആരോപിക്കുക, എന്തൊക്കെ അസത്യങ്ങളല്ലേ. ചുറ്റും നോക്കൂ, കള്ളത്തരങ്ങളുടെ ഒരു ജീവിതമല്ലേ. കച്ചവടക്കാരായാലും കൊടുക്കുന്നവരായാലും വാങ്ങുന്നവരായാലും പണിയെടുക്കുന്നവരായാലും ഒക്കെ അവിടെയൊക്കെ കള്ളത്തരങ്ങളാണ്, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന ഈ ഒരു പ്രാർത്ഥന. അപ്പോൾ മിസ്അബ് റളിയല്ലാഹു പറയാണ്, 7 ദിവസം ഞാൻ അവരുടെ വീടിനരികിലൂടെ പോയി. അപ്പോൾ പോകുമ്പോൾ ഒരു ദിവസം അവർ കണ്ടത് ഇവർ അന്ധയായിരിക്കുകയാണ്, ഇവർ ചുമരിങ്ങനെ തപ്പിത്തപ്പിയ സഞ്ചരിക്കുന്ന. പ്രാർത്ഥനയുടെ ശക്തിയാണേ. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒരു മനുഷ്യൻ ചെയ്യാത്ത ഒരു കാര്യം ആരോപിച്ച് സമൂഹ മധ്യത്തിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കി പ്രയാസപ്പെടുത്തിയപ്പോൾ ആ നിഷ്കളങ്കനായ മനുഷ്യൻ്റെ പ്രാർത്ഥന. അപ്പം നമ്മളെപ്പോഴും ശുദ്ധരായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കണമെങ്കിൽ, അള്ളാഹു നമ്മുടെ മനസ്സിനും ജീവിതത്തിനും ശക്തി തരണമെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും അനുഗ്രഹവും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ശുദ്ധമാണ്. ആ ശുദ്ധമായ നാവിൽ നിന്നും മനസ്സിൽ നിന്നും ഉണ്ടായ പ്രാർത്ഥനയാണ്. അപ്പോൾ മിസ്അബ് റളിയല്ലാഹു പറയാ, ചുമര് തപ്പി ഇങ്ങനെ നടക്കുക എന്നാണ്. അങ്ങനെ അവർ വീട്ടിൽ, ആ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള കിണറിൽ, വീടിനോട് ചേർന്നുള്ള കിണറിൽ അവർ വീണും അവിടെ തന്നെ മരണപ്പെട്ടു എന്നതാണ്. ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ വീട്ടിലൊക്കെ മരിച്ചു പോകുന്നുള്ളൊരു വിചാരത്തിൻ്റെ ചർച്ചയൊക്കെ ഉണ്ടാവണം. നമ്മുടെ വീട്ടിൽ അങ്ങനെ വല്ലതുണ്ടോ? ഒരാൾ മരണത്തിൻ്റെ വല്ല ചർച്ച നമ്മുടെ വീട്ടിൽ നടക്കലുണ്ടോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ തോളിലിങ്ങനെ പിടിച്ചു, എന്നിട്ട് മടിയിൽ കിടത്തി സ്വന്തം സഹധർമ്മിണിയെ, എന്നിട്ട് പറഞ്ഞു, ലൗ മുത്തി ഖബലി ലഗസൽതുകി വകഫൻതുകി യാ ആയിഷ, ആയിഷ നീ എന്നേക്കാൾ മുമ്പ് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ കുളിപ്പിക്കും, നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫൻ ഞാൻ പുതപ്പിക്കും. നോക്കൂ, എനിക്ക് മുമ്പേ നീ മരിച്ചാൽ നിന്നെ കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും ഞാനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു വിചാരമുണ്ടോ? നമുക്കറിയോ നമ്മുടെ വീട്ടിൽ എപ്പോൾ വേണ്ടി സംഭവിക്കാലോ ഈ മരണം, അല്ലേ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അതിന് നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കണോ മയ്യത്ത് കുളിപ്പിക്കാൻ? മയ്യത്ത് നിസ്കരിക്കാൻ തന്നെ ചിലപ്പോൾ അറിയാത്ത ആളുകൾ, അല്ലേ? സ്വന്തം മക്കൾ പോലും വില്ലിങ്ങല്ലാതെ മാറി നിൽക്കുന്നിട്ട് അടുത്ത ആളെ ഏൽപ്പിക്കുക. അവനവൻ്റെ വാപ്പ, അവനവൻ്റെ ഉമ്മ, അവനവൻ്റെ ഭാര്യ, ഭർത്താവ്, ഇവരൊക്കെ മരിക്കുമ്പോൾ കുളിപ്പിക്കാനും അതുപോലെ കഫൻ ചെയ്യാനും നമസ്കരിക്കാനും അവരെക്കാൾ ഹൃദയവായ്പും സ്നേഹമുള്ളവർ ആരാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആയിഷ അള്ളാഹുവിനെ പറയുന്നുണ്ട്, ആയിഷയുടെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ, പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ,
തൻ്റെ ഭാര്യയോട് പറഞ്ഞത് എന്ത്? മരിച്ചാൽ നീ എന്നെ കുളിപ്പിക്കണം എന്ന്, എന്നെ നീയാണ് കുളിപ്പിക്കേണ്ടത് എന്ന് വസിയത്തെന്നോണം അബൂബക്കർ സിദ്ദീഖ് ഭാര്യയോട് പറയാറുണ്ടായിരുന്നു എന്ന്. നോക്കൂ, അലി ഇബ്നു അബീ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാരമോൾ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമയുടെ ഭർത്താവ്, പ്രവാചകന്റെ പ്രിയപ്പെട്ട അലി റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് ആരാ കുളിപ്പിച്ചത്? ഫാത്തിമയാണ് കുളിപ്പിച്ചത്. മയ്യത്തൊക്കെ കുളിപ്പിക്കാൻ നമ്മൾ പഠിക്കണം അല്ലേ? വീട്ടിലെന്തായാലും മരിക്കൂന്ന് ഉറപ്പല്ലേ? ആരാ അവരെയൊക്കെ? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മളെ കൂടെ കിടന്നുറങ്ങിയവർ, നമുക്ക് കുട്ടികളെ നൽകിയവർ, ഇതൊക്കെ ഭർത്താക്കന്മാരല്ലേ, ഭാര്യമാരാണ്. അവരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ എന്ത് സ്നേഹവും എന്ത് ആത്മബന്ധവുമാണ് അതിലുള്ളത്? അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ പഠിക്കാം. അത് ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് ആ പണി ആരെങ്കിലും ചെയ്ത് എന്ത് 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 കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ വിശ്വസ്തരായിരിക്കണം കുളിപ്പിക്കേണ്ടത്. കാരണം ഒരാളുടെ ഒരു ശരീരത്തിൽ ന്യൂനത പോലും മറ്റൊരാൾ അറിയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. ഉറ്റവർ, ഏറ്റവും അടുത്ത രക്തം, ഇപ്പോൾ മക്കൾക്ക് കുളിപ്പിക്കാം, പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മയ്യത്ത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കുളിപ്പിക്കുന്നവർ വിശ്വസ്തരാകണം എന്ന് പറയാൻ കാരണം. അതിൻ്റെ ഒരു ഷർത്തിൽപ്പെട്ട കാര്യമാണ്, വിശ്വസ്തരാകണം. അല്ല, ഒരു 80 വയസ്സുള്ള ഒരാൾ തൻ്റെ 80 വയസ്സ് വരെ അന്യരിൽ നിന്ന് രഹസ്യമാക്കി വെച്ച അവരുടെ ശരീരഭാഗങ്ങൾ ആലോചിച്ച് നോക്കണം. അത് മറ്റൊരാൾ കാണുന്നത് ഒരാളുടെ അഭിമാനമാണ്. ആ അഭിമാനം മയ്യത്തിന് പോലും സംരക്ഷിക്കപ്പെടണമെന്നാണ്. അപ്പം പിന്നെ നമ്മൾ പഠിക്കണ്ടേ? നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ മതി. ഏതെങ്കിലുമൊക്കെ ആളുകൾ ആ മഹല്ലിൽ കുറച്ച് 2-3 പേരുണ്ടാവും ഇതിനൊക്കെ ഉള്ളത്, അവരെന്നെ വന്ന് കുളിപ്പിക്കുക. എൻ്റെ വാപ്പാടെ ഔറത്തൊക്കെ അന്യോരെ കാണിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് ഇത് പഠിക്കാൻ അതിന് മാത്രം ഉണ്ടോ? നമ്മളുടെ ഡെയിലി കുളിക്കുന്ന ആളുകളല്ലേ. അതുകൊണ്ട് ഒന്നുമില്ല, മയ്യത്ത് കിടത്തുക, മയ്യത്തിൻ്റെ നഗ്നത മറക്കുക. ഒരു മറ വേണം, പരസ്യമായിട്ട് ഒരു സ്ഥലത്ത് ആ രഹസ്യ സ്വഭാവം ഉണ്ടാകും. എഴുന്നേറ്റിരുത്തി വയറൊക്കെ തിരുമ്മി അതിൻ്റെ മാലിന്യങ്ങൾ കളയണം. കുളിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്. മയ്യത്ത് മരിച്ചു പോകുമ്പോൾ പുറത്തേക്ക് പോകാവുന്ന മാലിന്യങ്ങൾ, വിസർജ്യങ്ങൾ, അത് വയറൊക്കെ തടവി, എഴുന്നേറ്റിരുത്തി വയറൊക്കെ തടവി. പിന്നെന്താ ചെയ്യേണ്ടത്? കൈയും കാലും നഖങ്ങളും ഒക്കെ വൃത്തിയാക്കണം. നഖം വെട്ടാൻ പാടില്ല. മയ്യത്തിൻ്റെ നഖം പിന്നെ വെട്ടേണ്ടതില്ല. പക്ഷേ ഉള്ള നഖം, കൈയും കാലും ഒക്കെ കഴുകി നന്നായി വൃത്തിയാക്കണം. അതുപോലെ തന്നെ പല്ല് അത് തേച്ചു കൊടുക്കാം, ഉളു എടുത്തു കൊടുക്കാം, അതുപോലെ തല മുതൽ കാല് വരെ വൃത്തിയാക്കാം. മയ്യത്തിനെ കുളിപ്പിക്കൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും നമ്മൾ പഠിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിർവഹിക്കാൻ ആരെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാവും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വളരെ സങ്കടകരമായൊരു കാര്യം. ഒരു പിതാവിൻ്റെ മകൻ ആ പിതാവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാതെ മാറി നിന്ന സന്ദർഭം എനിക്കറിയാം. ഇപ്പോഴെൻ്റെ മനസ്സിലത് കിടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിത്യേന ഒരു വിശ്വാസി ചെയ്യുന്ന കാര്യമാണ് ഒരു പ്രാവശ്യമെങ്കിലും കുളിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഉറ്റ ഒരു ഉമ്മയും നമ്മുടെ പെങ്ങളോ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വാപ്പയോ ഒക്കെ മരിക്കുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും, ആണും പെണ്ണും, സാധാരണ പുരുഷൻ കുളിപ്പിക്കുക, സ്ത്രീകൾ കുളിപ്പിക്കുക എന്നാണ്. പക്ഷേ മാതാപിതാക്കൾ മരണപ്പെട്ടാലും മക്കൾ ആണും പെണ്ണും ആയാലും അവർക്ക് മാതാപിതാക്കളെ, വാപ്പായാലും ഉമ്മയായാലും അവർ കുളിപ്പിക്കാം എന്നതാണ്. ഇതൊക്കെ നമ്മളിനി എന്നാ പഠിക്കാം? മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കാൻ നേരത്ത് എന്തൊക്കെയാണ് 4 തക്ബീറുകൾ, അതിലെന്തൊക്കെയാണ് ചെല്ലേണ്ടത്? നമ്മുടെ വീട്ടിലെ അതൊക്കെ ഒന്ന് പരസ്പരം ചോദിച്ച് ഉറപ്പ് വരുത്തണം. മക്കളെ, ഞാൻ മരിച്ചു പോയാൽ മോൾക്കറിയോ മയ്യത്ത് നിസ്കരിക്കാൻ? എനിക്കറിയാവാപ്പ. അതിൻ്റെ 1-ാമത്തെ തക്ബീറിൽ അത് സ്വലാത്താണെങ്കിൽ, ഫാത്തിഹ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നതാണെങ്കിൽ, ഇന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാകുന്നത്, 1-ാമത്തെ ഇതിൽ ഇന്നതാണോ ഓതേണ്ടത്, ഫാത്തിഹയാണോ ഓതേണ്ടത്, മയ്യത്തിനോടുള്ള പ്രാർത്ഥനയാണോ ഓതേണ്ടത്, പിന്നെ അവസാനത്തെ തക്ബീറിന് ശേഷം നമുക്ക് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകൾ വളരെ നിസ്സാരമാണ്, സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. ഇത് അവനവൻ്റെ വാപ്പ മരിച്ചു കഴിയുമ്പോൾ അത് അറിയാത്തവനായി ആ മയ്യത്തിൻ്റെ മുന്നിൽ ഇനി അഭിനയിച്ചിട്ടും വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാനൊരു മയ്യത്ത് നിസ്കാരത്തിന് പോയിട്ട് അവിടെ നിസ്കരിച്ചാക്ക് ആ തക്ബീർ കെട്ടിയതേ ഉള്ളൂ. പിന്നെ കരച്ചിലാണ്. കാരണം മനസ്സറിഞ്ഞ് മയ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? അതിന് നമുക്ക് സാധിക്കും. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാനും
ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. മയ്യത്ത് കുളിപ്പിക്കുക ഒന്നുമില്ല. അതൊക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കണം. നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കാശുണ്ടാക്കാനും നമ്മുടെ കച്ചവടം നടത്താനുള്ള പാടമൊക്കെ നമ്മൾ എവിടെ നിന്നും പഠിച്ചിട്ടുണ്ടല്ലോ. എവിടെയൊക്കെ പോയി കണ്ടും കേട്ടും സമയം ചെലവഴിച്ചും പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വാപ്പാടെ എൻ്റെ ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള അറിവ് എനിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ പാപ്പരൻ ആരാണ് ഉള്ളത് എന്നതാണ്. കഫൻ പുടവ അല്ലേ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം 3 കഷ്ണം തുണിയാണ് വേണ്ടത്. സ്ത്രീക്ക് 5 കഷ്ണമാണ്. അതിൽ ഒരു നിസ്കാര കുപ്പായമോ അങ്ങനെ എന്തെങ്കിലും ധരിപ്പിച്ചിട്ടാണെങ്കിൽ പിന്നെ 3 കഷ്ണം തുണി മതിയാകും സ്ത്രീക്ക്. അങ്ങനെ അവരെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പഠിക്കുക. സുഗന്ധദ്രവ്യം പൂശുക. അതുപോലെ തന്നെ മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണോ? പെട്ടെന്ന് ആളുകൾ ആരും കാണാൻ വരുന്നുണ്ടെങ്കിൽ അതിന് വൈകിപ്പിക്കുക എന്നല്ലാതെ അസ്രിഉ ബിൽ ജനാസ എന്നാണ് പറഞ്ഞത്. ജനാസ വേഗത്തിലാക്കുക എന്നുള്ള. ഈ ദുനിയാവിൻ്റെ എല്ലാ കെട്ടുപാടുകളും അവസാനിച്ചു. മകൻ വന്നു, ഇനി വരാനിരിക്കുന്നു, 2 ദിവസം കഴിഞ്ഞ് വന്ന് കണ്ടില്ല. അതിൽ ഇസ്ലാം ദീനിൻ്റെ പ്രസക്തിയുള്ളൂ. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുമെങ്കിൽ കാണുക. ഇനി അതിനു വേണ്ടി മയ്യത്തിനെ ഇങ്ങനെ ദീർഘിപ്പിക്കാമോ? യഥാർത്ഥത്തിൽ അത് പാടില്ല എന്നാണ് പറയുന്നത്. ഇസ്ലാം ദീനിനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടി അവസാനിച്ചു. ഇനി ആ വാപ്പാടെ മയ്യത്തോ അല്ലെങ്കിൽ ഉമ്മാടെ മയ്യത്തോ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം പടച്ചവനോട്. അതാണ് പിന്നെ ബാധ്യത. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ ഇതിനെ സംബന്ധിച്ച്, ദീനിനെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ പോലും പഠിക്കപ്പെടാതെ, കുടുംബത്തിൽ അങ്ങനെയുള്ള ചർച്ചയില്ലാതെ, ഈ തീറ്റയുടെയും കുടിയുടെയും അതുപോലെ തന്നെ ടൂർ പോണ കാര്യവും ഈ ദുനിയവിയായ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിച്ചിട്ട് അവസാനം ഒരു ദിവസം നോക്കുമ്പോഴാണ് കിടന്ന വാപ്പ എഴുന്നേൽക്കുന്നില്ല. അപ്പം പിന്നെന്താണ് ആ വാപ്പാക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ മയ്യത്ത് നിസ്കാരം എങ്ങനെയത്? ഇത് എന്തൊക്കെ പ്രാർത്ഥിക്കേണ്ട? അപ്പോഴാണ് കിതാബ് മറിക്കാൻ പോണത്. റഹ്മാനായ റബ്ബേ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ ദീനിൻ്റെ ചർച്ചകളുണ്ടാകും. കരുണാവാരിധിയായ നാഥ, നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അള്ളാഹുവിൻ്റെ ദീനിനെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഞങ്ങളുടെ വീടകങ്ങളിൽ, ഞങ്ങളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഇടയിൽ ചർച്ച ചെയ്ത് മരണത്തെക്കുറിച്ച് ചിന്തിച്ച്, മയ്യത്തിനെക്കുറിച്ച് ചിന്തിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച്, മഅ്ശറയെക്കുറിച്ച് ചിന്തിച്ച്, ആഖിറത്തിനെക്കുറിച്ച് ചിന്തിച്ച്, പരലോകത്തെ സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗീയാവകാശികൾ ആര് എന്നതിനെ സംബന്ധിച്ചൊക്കെ ചിന്തിച്ച് ആ ചർച്ചയിലും ആ ചിന്തയിലും നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥാ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വീഴ്ചകൾ, അപാകതകൾ വന്നത് അള്ളാഹുവെ നീ പുറത്തു മാപ്പാക്കി നൽകണമേ. ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ അവർക്ക് അള്ളാഹുവേ പരമകാരുണ്യകനെ നീ മഗ്ഫിറത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാപ്പമാർ, ഉമ്മമാർ, നാഥ അവർക്ക് നീ ആരോഗ്യത്തെ നൽകണമേ, ആയുസ്സിനെ നൽകണമേ. അള്ളാഹു ഞങ്ങൾക്കെല്ലാം നീ തഖ്വയും ദൈവഭയവും നൽകി നാഥ നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മലക്കുകളുടെ, മാലാഖമാരുടെ സാന്നിധ്യമുള്ള വീടുകളായി, കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ നീ മാറ്റണമേ തമ്പുരാനെ. പരലോകത്ത് സ്വർഗം കിട്ടുന്ന, സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, സാമ്പത്തികമായി, ശാരീരികമായി. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ തമ്പുരാനെ. ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ICUവിൽ പ്രവേശിക്കപ്പെട്ട ആ കുട്ടിയുടെ ശമനത്തിനും ശിഫക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാഥ, കരുണാവാരിധിയായ നാഥ, പടച്ചവനെ, ആ കുഞ്ഞിന് നീ ആരോഗ്യവും ആയുസ്സും നീ നൽകണമേ. അവരുടെ മാതാപിതാക്കൾക്ക് നീ സമാധാനവും സ്വസ്ഥതയും നൽകണമേ. ആരോഗ്യത്തോടുകൂടി ആ കുഞ്ഞിന് ഉന്മേഷവാനായി ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണമേ. ആ കുട്ടി അവരുടെ മാതാപിതാക്കൾക്ക് ഒരു ഉപകാരിയാക്കി നീ മാറ്റണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്ന് നാഥ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ തമ്പുരാൻ. ഞങ്ങളുടെ മനസ്സുകളെ മതിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ മതിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അതിൻ്റെ എല്ലാ പൾസിലും ഡെപ്തിലും ആഴത്തിലും അറിയുന്നവൻ നാഥ നീയാണ്, നീ മാത്രമാണ്. പടച്ചോനെ, ആ വേദനകൾ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ ഒരുപാട് കുറവുകളുള്ള മക്കളുണ്ട്. പടച്ചവനെ, അവരുടെ കുറവുകൾ മാറ്റി നല്ല കുട്ടികളായി ഇഹലോകത്തും പരലോകത്തും മാതാപിതാക്കൾക്കും നാടിനും മനുഷ്യർക്കും ഉപകാരികളായി തീരുന്ന മക്കളാക്കി നീ തീർക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, പരമകാരുണ്യകനായ നാഥ, സ്വർഗ പൂങ്കാവനത്തിൽ കുടുംബസമേതം പ്രവേശിക്കുന്ന നല്ല ആളുകളായി, വിശ്വാസികളായി പടച്ചവനെ ഞങ്ങളെ മാറ്റാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൽവിൽ നീ ഈമാനിനെ നിറയ്ക്കണമേ തമ്പുരാനെ.
ഞങ്ങളുടെ കച്ചവടത്തിൽ നീ അഭിവൃദ്ധിയെ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ സമയങ്ങളിലും ജീവിതത്തിലും ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിലും നാഥാ നീ ബർക്കത്തിനെ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ കുടുംബത്തിലെ ഉറ്റവർ ഉടയവർ, മരണപ്പെട്ടു പോയ ആ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നാഥ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സർവോപരി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹ്യാഉ മിൻഹുമുൽ അംബാത് اللهم أحيي الإسلام والمسلمين وأذل الشرك والمشركين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم ادخلنا الجنة يا أرحم الراحمين اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.